നമ്മൾ വീണ്ടും നിലമ്പൂരിലേക്ക് പോകുന്നു. നിലമ്പൂരിൽ പോളിംഗ് ശതമാനം ഇപ്പോൾ 59 പിന്നിട്ടിരിക്കുകയാണ്. 3 മണി വരെയുള്ള പോളിംഗ് ശതമാനം അനുസരിച്ചുകൊണ്ടുള്ള അപ്ഡേറ്റ് ആണിത്. പരമാവധി വോട്ടർമാരെ ഇനിയുള്ള മിനിറ്റുകളിൽ ബൂത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള നീക്കമാണ്. വി വി പ്രകാശിന്റെ കുടുംബം എടക്കരയിലെ ബൂത്തിലെത്തി വോട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സിനോജ് തോമസിലേക്ക് പോകാം. സിനോജ് തോമസ്, ഇപ്പോൾ ഏത് ബൂത്തിലാണ് നിൽക്കുന്നത്? എത്രത്തോളം തിരക്കുണ്ട്? സുജപാർവതി, ഞാനുള്ളത് നിലമ്പൂർ നഗരസഭയുടെയും കരുളായി പഞ്ചായത്തിൻ്റെയും അതിർത്തിയിലുള്ള മാങ്കൂത്ത് സ്കൂളിലാണ്. ഇവിടെ 5 ബൂത്തുകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ബൂത്തിൽ നിലവിൽ വോട്ട് ചെയ്യാൻ ഒരാൾ പോലും ഇല്ലാത്തൊരു അവസ്ഥയാണുള്ളത്. അതായത് 5 ബൂത്തുകളുണ്ട്. രാവിലെ പക്ഷേ വലിയ തിരക്കുണ്ടായിരുന്നെന്ന് പറയുന്നു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 4 ബൂത്തുകളാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഒരു ബൂത്ത് അഡീഷണൽ ആയിട്ട് വന്നു. അങ്ങനെ വോട്ടർമാർക്ക് കാര്യങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായി. 1000-ന് താഴെ 99% ബൂത്തുകളിലും 1000-ന് താഴെയാണ് വോട്ടർമാരുള്ളത്. ഈ 198 നമ്പർ ബൂത്തിൽ 912 വോട്ടർമാരാണുള്ളത്. 3 മണി വരെ ഏകദേശം 550 വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിപ്പോയി. അതായത് 60% മുകളിൽ ശരാശരി പോളിംഗ് ശതമാനം ഓരോ ബൂത്തിലും വന്നിട്ടുണ്ട്. ഞാൻ തൊട്ടടുത്തുള്ള കരുളായി പഞ്ചായത്തിലെ ഒരു 18 ബൂത്തുകളിൽ പോയിരുന്നു. അതിൽ ഭൂരിഭാഗം ബൂത്തുകളിലും 60% മുകളിലേക്ക് 3 മണിയോടുകൂടി പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. രാവിലെ ഒരു 7 മണി മുതൽ 9 മണി വരെ ഭൂരിഭാഗം ബൂത്തുകളിലും വലിയ തിരക്കുണ്ടായിരുന്നു. കാരണം ജോലിക്ക് പോകുന്നവർ, നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമാണ് അവധിയുള്ളത്. മണ്ഡലത്തിന് പുറത്തൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ രാവിലെ വന്ന് വോട്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ബൂത്തിലേക്ക് ഒന്ന് പോകാം. നമുക്കൊപ്പം ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ, നൂറുൽ ഹുദ മദ്രസയിലാണ്, അമരമ്പലം പഞ്ചായത്താണ്. അവിടെ ബൂത്ത് നമ്പർ എത്രത്തോളം ആളുകൾ വരുന്നുണ്ട്? അതോ എല്ലാവരും വോട്ട് ചെയ്തൊക്കെ പോയി കഴിഞ്ഞോ? സുജയ, ഏതാണ്ട് 70% ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തി എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ളൊരു കണക്ക്. ഇനിയിപ്പോൾ അല്പം വോട്ടേഴ്സ് കൂടിയാണ് എത്താനുള്ളത്. ഇപ്പോൾ ഉള്ളത് ബൂത്ത് നമ്പർ 241 നൂറുൽ ഹുദ മദ്രസ എന്ന് പറയുന്നത്. നമുക്കവിടെ ദൃശ്യങ്ങളിൽ കാണാം ചിലരൊക്കെ വോട്ട് ചെയ്ത് മടങ്ങുന്നത്. രാവിലത്തെ തിരക്കൊന്നുമില്ലാതെ ഇപ്പോൾ വൈകിട്ടത്തേക്ക് വന്നവർ മടങ്ങുകയാണ്. അതേസമയം തന്നെ പോളിംഗ് ബൂത്തിലേക്കുള്ള കാഴ്ച കൂടി പ്രേക്ഷകരെ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഒരു തിരക്ക് ഇല്ലാത്തത് എന്നുള്ളത്. നേരത്തെ തന്നെ കൂടുതൽ ബൂത്തുകളൊക്കെ സജ്ജീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ അമരമ്പലം പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിലേക്ക് ചെല്ലുമ്പോഴും വലിയൊരു തിരക്ക് പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആളുകൾ സുഗമമായി വരികയും അവർക്ക് വോട്ട് ചെയ്ത് പെട്ടെന്ന് മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇനിയിപ്പം വൈകുന്നേരം സമയത്തേക്ക് അടുക്കുമ്പോൾ കൂടുതൽ ആളുകൾ എത്തി 100% എന്നുള്ളത്, അതായത് അടുത്ത 1 മണിക്കൂർ നിർണായകമാണ്. അതിനുള്ളിലായിരിക്കും കൂടുതൽ വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെടാൻ പോകുന്നത്. 2 മണിക്കൂറും 9 മിനിറ്റുമാണ് ഇനി പോളിംഗ് പൂർത്തിയാകാനായി ബാക്കിയുള്ളത്. അവസാന മണിക്കൂറുകളിലേക്ക് കിടക്കുകയാണ്. ഓരോ പോളിംഗ് ബൂത്തിൽ നിന്നുള്ള 243 പോളിംഗ് ബൂത്തുകളിൽ ഓരോന്നിലും നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രേക്ഷകരിലേക്ക് നമ്മുടെ പ്രതിനിധികൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകളടക്കം നമുക്ക് നോക്കാം ഇടവേളയ്ക്ക് ശേഷം.